ജ്ഞാനമടഞ്ഞ ശേഷം ഇവരുടെ സ്വഭാവ രീതികളെ ഞാൻ പറയുന്നത്. പക്ഷേ ആ സ്വഭാവ രീതികൾ കാണുന്നവരെ സംബന്ധിച്ച് അവരുടെ വാസനയ്ക്കൊത്ത് അർത്ഥം എടുക്കും. അങ്ങനെയല്ല. അവർ വാസ്തവത്തിൽ താമരയില തണ്ണീർ പോ ജഗത്തോടും കൂടി വാഴവർ. അവരൊന്നിലും പറ്റില്ല, ഒന്നും വന്ന് ചേരുമില്ല, ഒന്നിലും ചെന്ന് അവരും പോയി ചേരില്ല, ഒന്നും അവരിലൊന്നും പറ്റില്ല. ഈ രൂപത്തിലാണ് അവർ കഴിയുന്നത്. ഇതിന് പുണ്യശാലികളിൽ അറിഞ്ഞ് അവരെ സേവിച്ച് അവരുടെ പുണ്യാംശം മുഴുവൻ കവരും. അങ്ങനെയാണ് അവരിൽ ജ്ഞാനം ഉണ്ടാവുന്നത് തന്നെ. പാപിഷ്ഠന്മാരെന്ത് ചെയ്യും? അവരെ നിന്ദിച്ച് അവരിലിരിക്കുന്ന പാപശക്തി മുഴുവനും പിടിച്ചുകൊടുക്കും. ഈ പുണ്യപാപങ്ങൾ മാറുന്നത് ഇങ്ങനെയാണ്. കാരണം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ മർമ്മയിൽ തുടർന്നിടാമൽ മാണ്ടുപോ വഴിയേതെന്താലെന്നൊരു പദ്ധതിയിലുണ്ട്. എങ്ങനെയാണ് അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം ഇല്ലാതെ പോണത്? കർമ്മത്തിന് ഫലമുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന് പറഞ്ഞു, ചിരിയവർ ഇകഴ്ന്ന് ഞാൻ ചെയ്ത പാപത്തെ കൊള്ളുവാർ അറിവുള്ളോർ അറിഞ്ഞു പൂശി തറമിലാം പരുത്തുണ്ടാര്. പുണ്യശാലികൾക്ക് ഇവരെ കാണാൻ സാധിച്ച കണ്ടുകിട്ടിയാൽ തന്നെയും അവരിൽ നിന്ന് പ്രയോജനം കിട്ടുന്നത് പുണ്യശാലികൾക്ക് മാത്രമേ എന്നുള്ള അർത്ഥം. 104 വായിച്ചത്. ഒന്നുകൂടെ വായിച്ചത്. പൊറുമയാർ പ്രാരബ്ധത്തെ പുജിക്കുന്നാൾ ചെയ്യും കർമ്മം മറുമയിൽ തുടർന്നിടാമൽ മാണ്ടുപോകും വഴിയേതെന്നാൽ അത് എന്നെ വായി. ചിരിയവർ ഇകഴ്ന്ന് ഞാൻ ചെയ്ത പാപത്തെ കൊള്ളുവാർ അറിവുള്ളോർ അറിഞ്ഞു പൂശി തറമിലാം പരുത്തുണ്ടാരേ. നമ്മളോട് അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മവിത്ത് ബ്രഹ്മം തന്നെ എന്നറിഞ്ഞ് ശ്രുതിവാക്യാനുസരണം ജ്ഞാനികളെ ബ്രഹ്മസ്വരൂപമെന്നറിഞ്ഞ് മനോവാക്കായങ്ങളാൽ ആരാധിച്ച് അറമെല്ലാം എന്ന് വെച്ചാൽ പുണ്യങ്ങളെ മുഴുവനും കൈക്കൊള്ളുവാർ ഏറ്റുകൊള്ളും. ജീവൻ മുക്തന്മാർക്ക് മറുജന്മം ഇല്ലെന്ന് വേദം തീർത്തു പറയുന്നതിനാൽ മറുജന്മം ഉണ്ടാകാത്ത അവസ്ഥയെ ജീവൻ മുക്തി എന്ന് പറയുന്നു. ഇതാണ് ജീവൻ മുക്തി എന്നല്ല. ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഇതാണ് 4 തരം ജീവൻ മുക്തന്മാർ ഇതിൽ ഉണ്ടായിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 7 ഭൂമിയിൽ അഭ്യാസമാണ് ഇവർ പിന്തുടർന്നത്. അതിലെ 3 ഭൂമി അഭ്യാസ ഭൂമികളാണ്. ശുഭേച്ഛ, വിചാരണ, തരുമാനസി എന്നുള്ള അഭ്യാസ ഭൂമികളിൽ ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ച് അവർക്ക് വസ്തുതന്ത്രമാണ് ജ്ഞാനം ഒരു കർത്തൃതന്ത്രമായി ഉണ്ടാവുന്നതല്ല. നമ്മൾ പ്രയത്നിച്ചു അതിന്റെ ഫലമായിട്ട് എന്ന് പറയുന്നത് തെറ്റാണ്. വാസ്തവത്തിൽ വസ്തുതന്ത്രമായി ജ്ഞാനം ബോധിച്ചു. അപ്പോഴേ സത്യത്തിൽ ഈ ആത്മാവാണ് ഞാനെന്ന് ബോധിക്കുന്നതിനെയാണ് ജ്ഞാനം ഉണ്ടായെന്ന് പറയുന്നത്. അതുവരെ എങ്ങനെ ഇരുന്നു? അജ്ഞാനത്തിലിരുന്നു. എന്നിട്ട് ഞാൻ ഈ കാണുന്ന ദേഹമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ഞാൻ ഈ മനസ്സാണെന്നും ഈ ബുദ്ധിയാണെന്നും ഒക്കെ ചിന്തിച്ച് അങ്ങനെ അത് സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങളിൽ അവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ആ സച്ചിദാനന്ദ ആത്മാവാണെന്ന് തെളിഞ്ഞു. എങ്ങനെ തെളിഞ്ഞു? കൃഷ്ണ 3 ഭൂമിയുടെ അഭ്യാസം കിടക്കേണ്ടത്. ശുഭേച്ഛ, വിചാരണ, തനുമാനസി, ഈ 3 ഭൂമി അഭ്യാസം ചെയ്ത് അവർ ടപ്പെന്നാണ് ജീവൻ മുക്തി നിലയിലേക്ക് വരണം. ഇങ്ങനെ വരുന്നതിൽ 4 തരക്കാർ വരുമെന്നാണ് ഈ പറഞ്ഞതിന്റെ രത്നചുരുക്കം. അതിൽ 1ാമത്തെ ആളാണ് ഈ പറയുന്ന ബ്രഹ്മവിത്ത്. ബ്രഹ്മൈവ ഭവതി. ഇത് ശാസ്ത്രം ശ്രുതി പറയണം. ബ്രഹ്മവിത്ത് വരൻ, ബ്രഹ്മവിത്ത് വരിയാൻ, ബ്രഹ്മവിത്ത് വരിഷ്ഠൻ. ഇതിൽ വിത്തുകളാണ് ആശ്രമങ്ങളിൽ ഇരുന്ന് ശിഷ്യ പരമ്പരയുണ്ടാക്കി അങ്ങനെ ആ ഒരു നിഷ്ഠയിൽ കഴിയുന്നവരാണ്. ബ്രഹ്മവരൻ എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോൾ മിക്കവാറൊക്കെ സമാധിയിലായിരിക്കും, ലീനമായിരിക്കും. അവർ ഇടയ്ക്കിടയ്ക്ക് അവർ ഉദ്ധിതമാവും. സമാധിയിൽ നിന്ന് ഉദ്ധിതനായിട്ട് വെളിയിൽ വരുമ്പോൾ അവരിച്ചിരി ഭിക്ഷ വേണമെങ്കിൽ ആർക്ക് കൈ നീട്ടി എന്തെങ്കിലും വായിച്ച് കഴിക്കും. അങ്ങനെ നടക്കുന്നവരുണ്ട്. ഇനിയൊരു കൂട്ടരെന്ന് വെച്ചാൽ കുത്തി ഇളക്കിക്കൊണ്ടൊന്ന് കൊടുക്കേണ്ടി വരും. അത് ബ്രഹ്മവര്യ. അവർക്ക് ആഹാരം അവർക്ക് വേണ്ട, സ്വയമേ അവർക്ക് ആഹാരത്തിന് ആവശ്യമില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ കണ്ട് സ്വാമി കഴിക്കണം സ്വാമി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്താൽ അവർ ചിലപ്പം എതിർച്ച കഴിച്ചെങ്കിൽ കഴിച്ചെന്നായി. ഇത്രേ ഉള്ളൂ. 4ാമത്തെ ആള് കാണാനേ കിട്ടില്ല, കണ്ണിനെ കാണാൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ന് വിചാരിച്ച് കാണാത്തവരല്ല, ഈ മഹത്തുകൾ കാണും അവര്. ഈ 4 പേരില്ലേ, അവര് ഒരു സംഘമാണ്. അവരിൽ കാണും, അവർ മറ്റേ ആളെ കാണും. ഇങ്ങനെയാണ് വിചിത്രമായ 4 ടൈപ്പ് ജ്ഞാനികൾ കൂട്ടിമുളഞ്ഞു.
അത് എങ്ങനെയാണ് ഇതിൽ ഇങ്ങനെ ആയിപ്പോയതെന്ന് വേദം പറഞ്ഞിരിക്കുന്നത്? അതവരുടെ പ്രാരബ്ധം കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അല്ലാതെ ജ്ഞാനത്തിന് യാതൊരു താരതമ്യവും ഇല്ല. ഈ ബ്രഹ്മവിത്തിന്റെ ജ്ഞാനം തന്നെയാണ് ആ വിദ്വരനും വരിഷ്ഠനും ഒക്കെ ഇരിക്കുന്നത്. ഈ ജ്ഞാനത്തിന് ഒരു താരതമ്യമില്ല. പിന്നെ എന്താണ് താരതമ്യം? ദൃഷ്ടദുഃഖത്തിന് താരതമ്യമുണ്ട്. ഇതില് ബ്രഹ്മവിത്ത് ദൃഷ്ടദുഃഖം അനുഭവിക്കുന്നു. എന്താണ് ദൃഷ്ടദുഃഖം? അവർ ഈ ആളുകളുമായി ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ജ്ഞാനം ഉണ്ടായതിനു ശേഷവും അവർ ബന്ധപ്പെട്ടു. ചിന്മയസ്വാമി പറയാറുണ്ട്, നമ്മൾ അവിടെ എവിടെ നിന്നതാണ്? താഴെ ഇറങ്ങി വന്നു. താഴെ ഇറങ്ങി വന്നത് എന്തിനാണ്? കുറച്ച് പേരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവർക്ക് ഇറങ്ങി വരേണ്ട ഒരാവശ്യമില്ല സുരേഷ്. അവര് പൂർണ്ണമായിട്ട് ആ തന്റെ സ്വരൂപത്തെ അറിഞ്ഞ് ചാരിത്രത്തിൽ കഴിയുന്നുണ്ട്. അതിനുമേലൊരു ചാരിതാർത്ഥ്യമില്ല. വേറെ മുക്തന്മാരായി ഉന്മത്തന്മാരായ വേറെ രീതിയാണ്. അവരുടെ രീതികളെല്ലാം വ്യത്യസ്തമായിട്ട് വേദനയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കഴിയുന്നവർക്ക് എന്തുകൊണ്ട് ഇറങ്ങി വരാൻ തോന്നി എന്ന് ചോദിച്ചാൽ ആ പ്രാരബ്ധം കൊണ്ട് ഇറങ്ങി വന്നതെന്നല്ലാതെ അവർ ജ്ഞാനത്തിൽ വന്നിട്ട് യാതൊരു ച്യുതിയോ അല്ലെങ്കിൽ ഒരു ന്യൂനതയോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ കൈവല്യം നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ തരും. കറക്റ്റായിട്ടുള്ള ധാരണ തരുന്ന ഒരു ശാസ്ത്രമാണ് ഈ കൈവല്യം. ഇങ്ങനെ ജീവൻ മുക്താന്മാരെ പറ്റി പറഞ്ഞു. അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം എങ്ങനെ? കാരണം ഈ വരിഷ്ഠ പദവിയിലിരിക്കുന്നവർക്ക് കർമ്മമില്ല. അവർ ആരുടെയും മുമ്പിൽ വരില്ല, ആർക്കും കാണാനും സാധ്യതയില്ല. അവർക്ക് ഈ ആഹാരവിഹാരം അതിൽ വേണ്ട. അവർ സ്വയം സ്വാമി പറയും അമൃതുണ്ട് കഴിയുന്നു. ദേവന്മാർക്ക് എങ്ങനെയാണ്? ദേവന്മാർക്ക് ഭക്ഷണം വേണ്ട. എന്തിനാണ് അവർ കഴിക്കണം? അമൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ആത്മസ്വരൂപം തന്നെ അമൃത രൂപേണ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കും. അവർക്ക് എപ്പോഴും വേണ്ട ഭക്ഷണം. ഇങ്ങനെയൊക്കെ. അപ്പൊ ഇത് ആ വരിഷ്ഠ പദവിയിലുള്ളവർക്ക് ഇതാണ് ഈ ഈശ്വരന്റെ ഡയറക്റ്റ് നിലയാണ്. മറ്റവർക്ക് ഉണ്ട്. അവർ പറയുന്നത് സ്മാൾ സ്കെയിൽ എന്നാണ് ചിന്മയ സ്വാമിയുടെ അഭിപ്രായം. സ്മാൾ സ്കെയിലിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ഈ ത്രിമൂർത്തികൾ ചെയ്യുന്നത് പോലെ തന്നെ ഇവരും ചെയ്യും. പക്ഷെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ശരീരം ഇരിക്കുന്നത് വരെ പൂർണ്ണമായിട്ട് ആ വിദേഹമുക്തി വരെ ഇതിൽ ചെറിയ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും സ്വാമി പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 105-ാമത്തെ പദ്യമായി. അരിയ മെയ്നാണെത്തിയാൽ അവിറ്റിയാമുടൽ നീറാകും, പെരിയ തൂലവും കാലത്താൽ പിണമാകി വീഴും അന്നേരം, ഉരിയ സൂക്ഷ്മ ശരീരം ഉല ഇരുമ്പുണ്ട നീർപ്പോൽ തുര്യമായി വിഭുവായി നിന്റെ സ്വരൂപത്തിൽ ഇറന്നു പോമേ. ഇത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. ഈ ഒരു പദ്യം പൂർണ്ണമായിട്ടും ഈ വിദേഹമുക്തി പറയുകയാണ്. എങ്ങനെയാണ് ഈ 3 കർമ്മങ്ങളും ഇതിൽ ഇരിക്കുന്നതെന്നും എന്നും ഇത് എങ്ങനെയാണ് നശിക്കുന്നതെന്നും ഒക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞല്ലേ 3 കർമ്മങ്ങളാണ് 3 ശരീരമായിട്ട് പൂണ്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞു കാമശരീരമാണ് മൂലാവിദ്യ. അത് തന്നെയാണ് ഇതിൽ ഈ പറയുന്ന സഞ്ചിത കർമ്മമാണ് ഈ മൂലാവിദ്യയായിട്ട് ഈ കാരണശരീരമായിട്ട് ഇരുന്നത്. അതിൽ നിന്നാണ് ഈ സ്ഥൂലവും സൂക്ഷ്മമായിട്ട് 2 ശരീരങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാരണം ഏതാണെന്ന് ചോദിച്ചാൽ കാരണമായിട്ടിരുന്ന അതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാത്തിനും കാരണം അജ്ഞാനമാണെന്ന് പറയാൻ കാരണം. എല്ലാത്തിനും എവിടെ നിന്ന് വന്നു? ഇതെല്ലാം എവിടെ നിന്ന് വന്നു? അജ്ഞാനത്തിൽ നിന്നാണ് വന്നത്. അജ്ഞാനം എന്ന് പറഞ്ഞ കാരണശരീരം. ഈ കാരണശരീരത്തിൽ ഇരുന്ന് ഈ സ്ഥൂലമായിട്ടും സൂക്ഷ്മമായും വെളിപ്പെട്ടതാണ്. അപ്പൊ തന്നെ നമുക്കൊരു കാര്യം നമുക്ക് തന്നെ ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാം. അപ്പൊ അജ്ഞാനമായിട്ടിരുന്നത് വികസിച്ച് 2ആയിട്ട് നിൽക്കുന്നത് അജ്ഞാനമല്ലേ? അതും വരുത്ത അജ്ഞാനമാണ്. ഇവിടെ ജ്ഞാനം എന്താണെന്ന് ചോദിച്ചാൽ ശ്രുതിയെ പിടിച്ചുകൊണ്ട് ആ ബുദ്ധിയെ സംസ്കരിച്ച് വരുന്നതാണ് അവിടെ ജ്ഞാനമായിട്ട് പോകുന്നത്. ബുദ്ധിക്ക് ഒരു കാര്യമുണ്ട്. ബുദ്ധി നമ്മുടെ കരണങ്ങളിൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറഞ്ഞില്ലേ 4 കാരണങ്ങൾ. ഇതിൽ ബുദ്ധിയെ പറ്റി പറയുന്നത് ഈ ബുദ്ധി ശുദ്ധമാണെന്നാണ്. ഈ ബുദ്ധി സത്വഗുണത്തിൽ നിന്നുണ്ടായി, സത്വഗുണത്തിൽ തന്നെ നിലനിന്ന്, സത്വഗുണത്തിൽ തന്നെ ഇല്ലാതെ ഈ ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബുദ്ധിയാണ് ഒരു 6ാമത്തെ അറിവായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഈശ്വരൻ. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആരാണെന്നും തൻ്റെ ആഗമന ഉദ്ദേശം എന്താണെന്നും
ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച് ഒരു ഗുരുവിനെ സമ്പാദിച്ച് ഇങ്ങനെ കഴിഞ്ഞ് ജീവിതം ധന്യമാക്കാൻ ഒരാൾക്ക് സാധിക്കും, അല്ലാത്തവർക്ക് സാധിക്കില്ല. ഇത്രയേ ഉള്ളൂ. ഈ പദ്യത്തിൽ പറയുന്നു എങ്ങനെയാണ് ഈ ജ്ഞാനം കൊണ്ട് അത് സംഭവിക്കുന്നത്. അരിയ മെയ്ஞானത്തിയാൽ അവിദ്യയാവുടൽ നീറാകും. ഈ മെയ്ஞாനം കൊണ്ട്, ഈ സത്യമായിരിക്കുന്ന ഈ ജ്ഞാനം കൊണ്ട് അവിദ്യ ഉടൽ നാശമായി പോകും. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഇതാണ് ഈ കാരണ ശരീരത്തിനെ ഇല്ലാതാക്കി കളയാം, ഈ അവിദ്യയെ നശിപ്പിക്കാം. അവിദ്യ എങ്ങനെ നശിപ്പിക്കാം? വിദ്യ കൊണ്ടൊന്ന് നശിപ്പിക്കാം. വിദ്യ കൊണ്ട് അവിദ്യയെ മാറ്റിയാൽ പിന്നെ വരുന്ന രണ്ട് ശരീരം. അതെങ്ങനെ അങ്ങനെ പോകുന്നു വെച്ചാൽ, പെരിയ തൂലവും കാലത്താൽ പിണമാകി വീഴും അന്നേരം. ഈ സ്ഥൂല ശരീരം അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്ത് അത് തന്നെത്താനെ തന്നെ ഇല്ലാതാവും. ഇത് പ്രാരബ്ധമാണ്. എയ്ത അമ്പെന്നാണ് പറയുന്നത്. എയ്ത അമ്പ് പോലെയാണ് ഈ പ്രാരബ്ധ ശരീരം. ഒരു അമ്പ് എയ്ത് കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് പതിക്കുന്നതിന് മുമ്പ് അത് ഏതിൻ്റെ കടയിൽ കൂടെ പോകും, അത് അങ്ങനെ പോകുന്ന കണ്ടിട്ടില്ല. ഇതുപോലെ ഇത് ആ ശക്തി അതിൽ ക്ഷയിച്ചോട്ടെ അത് വീഴും. അതിനാണ് നമ്മൾ മരണമായിട്ട് ഇവിടെ പറയുന്നത് പ്രാരബ്ധം. ഈ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ഈ ശരീരവും കാലം കൊണ്ടില്ലാതായി പോകും. അതൊരു നിശ്ചിത ആയുസ് എന്ന് നമ്മുടെ ജ്യോതിഷന്മാർ പറയുന്നു. ഇത് ഇവർ പറയുന്നു അങ്ങനെ അതുമല്ല, ഒരു കർമ്മം. ഈ കർമ്മങ്ങൾ പിന്നെ അനുഭവിക്കേണ്ട കർമ്മങ്ങൾ അനുഭവിച്ച് തീർന്ന ഉടനെ ഇതില്ലാതായി. അത്രയാണ്. നമുക്ക് പാകമായ കർമ്മത്തെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. അതില് ഈ പിന്നെ കാരണത്തിൽ കിടക്കുന്നത് പക്വമാവാത്ത കർമ്മങ്ങളാണ്. അത് എത്രയോ ബണ്ടക്കെട്ടുകളാണ്. അതിൽ പൂജയായിട്ടും കൃമിയായിട്ടും പല രൂപത്തിലുള്ള ശരീരങ്ങൾ എടുക്കത്തക്ക വിത്തുകൾ അതിൽ കിടക്കണം. ഇത് എങ്ങനെയാണ് ഈശ്വരൻ ഒരു ജീവിയെ രക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ഈ കാരണ ശരീരത്തിൽ പാണ്ഡക്കെട്ടുകളിൽ നിന്ന് കുറച്ച് കർമ്മത്തെ അദ്ദേഹം എടുത്ത് ഒരു സങ്കല്പം ചെയ്ത് വിടുന്നതാണ് ഒരു ശരീരങ്ങൾ. അതിൽ മനുഷ്യ ശരീരം ഉത്കൃഷ്ടമായ ജന്മം, ഉത്കൃഷ്ട ശരീരം. ഈ ശരീരം എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു റൊട്ടേഷനാണിത്. കൃമി, പൂച്ചി ഇങ്ങനെ ഒരു വലിയ റൊട്ടേഷന്റെ അവസാനം പശു അത് കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് അതിൽ വരും. ഈ റൊട്ടേഷൻ വരുന്നതിന് എത്രയോ കോടാനുകോടി ജന്മങ്ങൾ എടുത്തിരിക്കും ഒരാൾ, ഒരു ജീവൻ എടുത്തിരിക്കും. ഇങ്ങനെ അത്രയും പെട്ടിങ്ങും ഇവിടെ പൂന്താനം ഇതിനെപ്പറ്റി ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പച്ച മലയാളത്തിൽ എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കേട്ടാ അതിശയം വരും. നമ്മൾ ഇനി വേണം അത് പഠിക്കാൻ. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ വന്നു. ഇനിയിപ്പോ ഇതിൽ ഫെയിൽ ആവുന്നവരെ സംബന്ധിച്ച് അവർ പറയുന്നത് എഗെയിൻ ദ റൊട്ടേഷൻ വിൽക്കാം, എഗെയിൻ രണ്ടാമത് വരും. അത് കോടാനുകോടി ജന്മങ്ങൾ വരും. എന്തിനാണ് ഈ കഷ്ടത്തിൽ പോകണം? കിടന്ന് നരകിക്കുകയാണ് ഓരോ ജീവികളും. അത് മനസ്സിലായിക്കൊണ്ടു. ഇതിനെയാണ് ചിന്മയസ്വാമി വേറൊരു രൂപത്തിൽ പറയും, ജന്മദുഃഖം ജരാദുഃഖം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ജന്മം എന്ന് വെച്ചാൽ ദുഃഖമാണ്. ദുഃഖത്തെയാണ് ജന്മം എന്ന് പറയുന്നത്. ഇതെല്ലാവരും പറയും, എന്തൊരു ദുഃഖം, കാറുണ്ട്, കാർ ഓടിച്ച് പോകാമല്ലോ, AC ഇട്ട് പോവാം, എല്ലാം പോവാം. പക്ഷെ ദുഃഖമാണ്. എല്ലാം ദുഃഖം. ഈ ദുഃഖത്തെ മാറ്റുന്നതിനാണ് സർവ്വദുഃഖ നിവൃത്തി പരമാനന്ദ പ്രാപ്തി രൂപമായ മോക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വേറൊരു പേരാണ് മോക്ഷം, മുക്തി. അപ്പൊ മുക്തി അടയുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. ഈ ലക്ഷ്യം മറന്നുപോയവരാണ് എല്ലാവരും. കാരണം ഈ അവിദ്യയിൽ മോഹിതന്മാരായി പോകും. കാരണം ഇതിൽ വന്ന് വീണ ഉടനെ തന്നെ എത്ര ഗൗരവത്തോടുകൂടി വന്നവനും ഇതിൽ വീണു പോകുമെന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും. കാരണം ആ നുണയിൽ ഭ്രമിച്ചു പോകും, ഭ്രമിച്ചതിന്റെ പുറകെ പോകും. പിന്നീടാണ് ഒരു ഗുരു കാണുന്നതും പറഞ്ഞു കൊടുക്കുന്നതിന്റെ വാസ്തവ സ്വരൂപം ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതും അവരതിൽ പ്രവർത്തിച്ച് മുക്തിയടയുന്നതൊക്കെ. ഇനി ഉரிய സൂക്ഷ്മ ശരീരം, ഈ സൂക്ഷ്മ ശരീരത്തിന്റെ ആ ഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. വാസ്തവത്തിൽ ഈ സൂക്ഷ്മ ശരീരം മരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് അടുത്ത ശരീരം സ്വീകരിക്കാനായിട്ട് പോകും. ഇതാണ് പുറപ്പെട്ടു പോകണം. 17 അവയവങ്ങളോട് കൂടിയ ഈ ലിംഗശരീരം ഇതാണ് പോണം. ഇവിടെ ജ്ഞാനമുണ്ടായാൽ ഈ ലിംഗശരീരം അവശേഷിക്കേണ്ട ഒരാവശ്യമില്ല. അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ, തുര്യമായി വിഭുവായി നിന്റെ സ്വരൂപത്തിൽ ഇറന്നു പോകുമേ. ഈ സ്വരൂപത്തിൽ തന്നെ ഇത് ഇറന്നു പോകും, ഇല്ലാതായി പോകും. ഉലയിരുമ്പുണ്ട നീർ പോയി.
അല്ല പഴുപ്പിച്ചിട്ടിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെ, അതുപോലെ ഈ രൂപത്തിലാണ് ഈ 3 ശരീരങ്ങളും പൂർണ്ണമായി ഇല്ലാതായി ആ വിദേഹമുക്തി വിദേഹമുക്തി എന്നുള്ളൊരു പദം ഇതിൽ വരുന്നു. വിദേഹമുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരാവൃത്തി രഹിതമായ ഒരു നിലയാണ് വിദേഹമുക്തി എന്നുള്ളത്. പുനരാവൃത്തി പിന്നെ അല്ലെങ്കിൽ ഇനി ഒരു ജന്മം ദേവശരീരമായിട്ട് വരാം. പറഞ്ഞില്ല, നല്ല പുണ്യം ചെയ്തു വന്നു കഴിഞ്ഞാലേ പുണ്യ ഉത്കൃഷ്ടമായിട്ടിരിക്കുന്നതാണ് ഹിരണ്യഗർഭൻ. പുണ്യ ഉത്കൃഷ്ടമായിട്ടിരിക്കുന്ന ഹിരണ്യഗർഭൻ, പുണ്യ മധ്യമമായിരിക്കുന്നത് ദേവന്മാരൊക്കെ പുണ്യ മധ്യമമായിരിക്കുകയാണ്. പുണ്യ സാമാന്യമായിരിക്കുന്നവരാണ് ഈ പറയുന്ന പിശാചാദി ആൾക്കാർ. ഇവരെല്ലാം പുണ്യ സാമാന്യം ചെയ്തവരാണ്. അതുപോലെ പാപ മധ്യമം, പാപ ഉത്കൃഷ്ടം, പാപ സാമാന്യം, അങ്ങനെ ചെയ്ത 3 തരം ആൾക്കാരിരിക്കുന്നത്. അതിൽ തേള്, പിന്നെ ആളുകൾക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്ന കൊതുക്, തേള്, ഇതൊക്കെ മൂട്ട, ഇതെല്ലാം പാപ ഉത്കൃഷ്ടം ചെയ്തവരാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്ത ഒരു കുടുക്കിലാണ് എല്ലാവരും അകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇതിനെയാണ് വിവേകം കൊണ്ട് ഭേദിച്ച് തന്റെ സ്വരൂപത്തെ അറിഞ്ഞ് താൻ ആരാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ ഇതെല്ലാം ഇതിൽ അസ്തമിച്ചു പോകും. അതാണ് പുനരാവൃത്തി രഹിതമായിരിക്കുന്ന മുക്തി. അതിൽ സ്വാമി പറയുന്നു, കടമനും ഉപാധി പോനാൽ കഗനം ഒന്നാനാർ പോലെ ഉടലിനും ഉപാധി പോനാൽ ഉത്തരം ജീവൻ മുക്തൻ. അടിമുടി നടുവും ഇന്ത്യ അകംപുറം പുറം ഇന്ത്യ നിന്റെ പടിതികൾ വിദേഹമുക്തി പദമടൈന്തിരുപ്പാരെന്തു. 106-ാമത്തെ പദ്യം. കടമനും ഉപാധി പോനാൽ ഗഗനം ഒന്നാനാർ പോലെ ഉടലിനും ഉപാധി പോനാൽ ഉത്തരം ജീവൻ മുക്തർ. അടിമുടി നടുവുമിന്ത്യ അകംപുറം ഇന്ത്യ നിന്റെ പടിതികൾ വിദേഹമുക്തി പദം അടൈന്തിരുപ്പാരെന്തും. കടമന് ഉപാധി പോനാൽ, അതായത് കടോപാധി അഭാവമായാൽ കഗനം ഒന്നാനാർ പോലെ ഘടാകാശം മഹാകാശത്തോട് ഏകമാകുന്നത് പോലെ ഉടലിന് ഉപാധി പോനാൽ ശരീരത്രയ ഉപാധികൾ പോനാൽ ഉത്തരം നീങ്ങിയ ക്ഷണത്തിൽ എന്നർത്ഥം. ഉത്തരം നീങ്ങിയ ക്ഷണത്തിൽ ജീവൻ മുക്തർ, ഒരു ജീവൻ മുക്തന്മാരാണ്. അടിമുടി നടുവുമിന്റി ആദി അന്ത മധ്യമില്ലാതെ അകംപുറം ഇന്ത്യ നിന്റെ ഉള്ളും പുറവുമില്ലാതെ നിന്റെ പടിതി ഇരുന്നതുപോലെ വിളങ്ങുന്ന വിദേഹമുക്തിപ്പദം അടൈന്ത് വിദേഹ കൈവല്യമായ പദത്തെ അടഞ്ഞ് എന്തും ഇരുപ്പാർ സദാകാലവും ഇരിക്കും. അവരുടെ നില. അതിനെപ്പറ്റി മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നത് അത് അവാത്മന സഗോചരമായ ബ്രഹ്മം. അതിനെപ്പറ്റി മനസ്സുകൊണ്ട് ചിന്തിക്കാനോ ഊഹിക്കാനോ ഒന്നും സാധ്യമല്ലാത്ത ഒരു അവാത്മന സഗോചരമായ ഒരു ബ്രഹ്മം. ആ ബ്രഹ്മം എന്നാണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച്. അതിനെപ്പറ്റി ചിന്തിക്കണം, മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട. അത് നമ്മുടെ ഒരു നിലയാണ്. അതാണ് വിദേഹമുക്തി നില. ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ച ആചാര്യന്മാരുടെ ഇടയിൽ ഭയങ്കര തർക്കങ്ങളുണ്ട്. ഇതിൽ ഈ പറഞ്ഞ വിശിഷ്ടാദ്വൈതി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വാസ്തവമല്ല, അതൊക്കെ കണ്ണിച്ചു പോയി. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ബ്രഹ്മമായിട്ട് അങ്ങനെ ഇരുന്ന് കുറെ കാലം ഈ ജീവൻ അങ്ങനെ കഴിയുമ്പോൾ അതിനൊരു മടുപ്പ് തോന്നുന്നു. മടുപ്പ് തോന്നിയ ഉടനെ തന്നെ അത് ഈ പറയുന്ന രൂപത്തിൽ ഒരു ജന്മം കൈക്കൊള്ളുമെന്നാണ് എന്ന് പറഞ്ഞ് ഒരു ആക്ഷേപം നമ്മുടെ വിശിഷ്ടാദ്വൈതി ഉന്നയിച്ചിട്ടുണ്ട്, മാധവാചാര്യ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മുടെ വിദ്യാരണ്യ സ്വാമിയിൽ ഇതിനെ ഖണ്ഡിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചിന്മയാനന്ദ സ്വാമി ഒരിക്കൽ മാധവാനന്ദ സ്വാമിയോട് പറയുകയാണ്, ഈ സംഭവം പറയുകയാണ്. മാധവാനന്ദ സ്വാമി അത് നമ്മുടെ വിദ്യാനന്ദ സ്വാമി ഖണ്ഡിച്ചല്ലോ. ഇതിനാ ഖണ്ഡിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കേവല സുഷുപ്തിയിൽ പോലും ആ ബ്രഹ്മാനന്ദത്തിൽ ഇരുന്ന് ഉണർന്നു വരാൻ ആ ജീവൻ തയ്യാറല്ല. ഒരു ഉദാഹരണം പറഞ്ഞത്, വിശന്ന് കിടന്ന ഒരു കുട്ടി, അപ്പൊ അതിന്റെ അച്ഛൻ എന്തോ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് രാത്രി വരും. അത് അവനറിയാം. അമ്മ പറഞ്ഞു, കുറച്ചുകൂടെ ഉണർന്നിരും മോനെ,
അച്ഛൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞെങ്കിലും ഉറങ്ങിപ്പോയി. ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോൾ അമ്മ വന്നു പറഞ്ഞു, മോനെ നീ വിശന്ന് കിടക്കുകയല്ലേ, ഇതാ അച്ഛൻ വന്നതാ പലഹാരങ്ങളെ കൊണ്ടുവന്നാ കഴിയടാന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല അവൻ എന്തൊക്കെ ചെയ്താൽ അവൻ ചെയ്യില്ല. കാരണം എന്തറിയാം, സുഷുപ്തിയിലോട്ട് കടന്നാൽ ആ ബ്രഹ്മാനന്ദ രസത്തിലായിപ്പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യത. ഒരു ചെറിയ ഉദാഹരണം കൊണ്ടാണ് സ്വാമി പറഞ്ഞത്. കേവലം സുഷുപ്തിയിൽ പോലും മാണ്ടുപോയ ജീവൻ അതിൽ നിന്ന് ഉണർന്നു വരാൻ അതിന് വിഷമമാണ്, അത് വരില്ല. അങ്ങനെ ഇരിക്കെ ഈ ബ്രഹ്മത്തിൽ ലീനനായിരുന്ന ഈ ജീവൻ എങ്ങനെയാണ് ഇതിന്റെ വെളിയിൽ വന്ന് ഇത് സ്വീകരിക്കുന്നത്? അതൊക്കെ മണ്ടത്തരമെന്നൊക്കെ പറഞ്ഞ് സ്വാമി പറഞ്ഞു ഇതാക്കി. കാരണം ഈ മാധവാചാര്യർ വിശിഷ്ടാദ്വൈത എഴുതി ഒരുപാട് പേരെ ആകർഷിച്ചിട്ടുണ്ട്. വലിയ ആചാര്യനാണ്. നമ്മുടെ ശങ്കരഭഗവത്പാദർ പോലെ തന്നെ പ്രഗത്ഭനായ ഒരു ആചാര്യനാണ് മാധവാചാര്യ. പക്ഷെ അദ്ദേഹം ഇതാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അദ്വൈതമൊന്നും ഇല്ല, ദ്വൈതമേ ഉള്ളൂ. ആ ദ്വൈതം എങ്ങനെയൊക്കെയാണെന്നും അപ്പൊ ആ ദ്വൈതം എങ്ങനെയാണ് ഇതിൽ സംഭവിക്കുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം സുരേഷ്, മോശമല്ല. എല്ലാം നമ്മുടെ ബുദ്ധിക്ക് അതിൽ ചിന്തിക്കാനും ആ ബുദ്ധി വികസിപ്പിക്കാനും ഒക്കെ കാര്യങ്ങൾ ഇരിക്കുകയാണ്. അതുകൊണ്ട് മഹത്തുക്കളൊന്നും ഫ്ലാറ്റായിട്ട് കണ്ടിക്കില്ല. കാരണം എന്താണ്, വാസ്തവത്തിൽ നീ ബ്രഹ്മമാണ്. അത് ആരറിഞ്ഞു? ഉത്തമ അധികാരി അത് അറിഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് നിന്നിൽ ദ്വൈതമായിരിക്കുന്ന ഈ ദേഹാദികളെല്ലാം നിങ്ങൾ അറിയപ്പെടുന്ന വിഷയങ്ങളാണ്. അത് ഒരു വിവേകിക്ക് ഒരു ബുദ്ധിമാനും അറിയാൻ സാധിക്കില്ല. സാധിക്കും. അങ്ങനെ അറിഞ്ഞാൽ താനായിട്ട് ആത്മാവായിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു പ്രയത്നമാണ്. അല്ലെന്നാണ് പറയുന്നത്. ഇതൊരു പ്രയത്നമല്ല, ഇത് അങ്ങനെ ഇരിക്കുന്നു. ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഉണരുന്നതിനാണ് നമ്മൾ പറഞ്ഞ ജ്ഞാനം ഉണ്ടായിരുന്നത്. ഇത്ര പറഞ്ഞാലും ആ ഭാഗം കിട്ടൂല. അതാണ് അതിന് നല്ല മനഃശുദ്ധിയുള്ള ആൾക്കാർ. അതാണ് പറഞ്ഞത്, സേവ ചെയ്ത് നല്ല ശുദ്ധരായിക്കൊള്ളുക. സേവ ചെയ്ത് ഇഷ്ടംപോലെ സേവ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ്. സേവ ചെയ്ത് ഈ പറഞ്ഞ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്ത് ആ മനസ്സ് ശുദ്ധമാക്കി നിൽക്കുക. ജ്ഞാനം വെളിയിൽ നിന്ന് ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ സ്വരൂപം ആത്മസ്വരൂപത്തിന്റെ വേറൊരു പേര് തന്നെയാണ് ജ്ഞാനം. രണ്ടാമതൊരു പേര് പറഞ്ഞതേ ഉള്ളൂ. ജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞൊക്കെ തെറ്റാണ്. അപ്പം ഇങ്ങനെയെല്ലാമാണ് സുരേഷ് കാര്യങ്ങളെല്ലാം ഇരിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന ഇതാണ്, കടമന് ഉപാധി പോനാൽ ഗഗനം ഒൻറാനാർ പോലെ. നമുക്കറിയാം ഈ ഘടാകാശം അതിന്റെ വ്യവഹാരം നിലനിൽക്കുന്ന ഏതുവരെ? ഈ കടം ഇരിക്കുന്നത് വരെ. പക്ഷെ കടം പൊട്ടിപ്പോയി അടിച്ചു പൊട്ടിച്ചു കളഞ്ഞ ഇവിടെ ആകാശത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എന്ത് സംഭവിക്കുന്നു? ഈ കടാകാശം മഹാകാശത്തോടുകൂടി ഒന്നായി പോകും. അത് പറഞ്ഞ് പരസ്പരം ഐക്യം ചെയ്യും. രണ്ടുപേരും കൂടെ ഐക്യം ചെയ്തത്. യഥാർത്ഥത്തിൽ കട ഇരിക്കുന്നത് ഇത് ഐക്യമാണ്. ഘടം ഇരിക്കെ ഇത് ഐക്യമാണെന്ന് അറിയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് പരോക്ഷ ജ്ഞാനം. ശരിയാണല്ലോ എന്ന് നമ്മൾ ആ വിചാരപൂർവമായിട്ട് ധരിക്കുന്നതിനെയാണ് ഈ പരോക്ഷ ജ്ഞാനം എന്ന് തന്നെ പറയുന്നത്. വേറൊന്നുമില്ല. അപ്പൊ ഘടമിന് ഉപാധി പോനാൽ ഗഗനം ഒൻറാനാർ പോലെ ഉടലിന് ഉപാധി പോനാൽ ഉത്തരം ജീവൻ മുക്തൻ. ഉത്തരം എന്ന് വെച്ചാൽ ഉടലെന്നുള്ള ഉപാധി മാറിയാൽ ആ ക്ഷണത്തിൽ ജീവൻ മുക്തനാണ്. ഉത്തരം ആ ക്ഷണത്തിൽ ജീവൻ മുക്തനാണ്. ഉടലിന് ഉപാധി എങ്ങനെ പോകും? അതിനെയാണ് പറഞ്ഞത് ഈ പറഞ്ഞ 3 ശരീരങ്ങളാണുള്ളത്. ഏത് ശരീരങ്ങൾ? സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരം. ഈ കാരണ ശരീരം തന്നെയാണ് സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും പിരിഞ്ഞിരിക്കുന്നത്. സ്ഥൂലവും സൂക്ഷ്മവും കാരണ ശരീരം അജ്ഞാനത്തിന്റെ പ്രോഡക്റ്റുകളാണ്, ബൈ പ്രോഡക്ട്സ് ആണ് എല്ലാം. ഇതിലിരുന്നാണ് മനസ്സ് ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു മനസ്സ് ചിന്തിക്കുന്നതെല്ലാം ഫോൾട്ട്. ഇതെല്ലാം ഫോള്. ഇതൊന്നും തന്നെ അതിന്റെ ശരിയായ രൂപത്തിൽ ചിന്തിക്കാൻ അതിന് സാധിക്കില്ല. കാരണം അജ്ഞാനത്തിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേദം സത്യത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് വേദമായിട്ട് നിൽക്കുന്നത്. വേദത്തിന്റെ പരമാർത്ഥത്തെ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് വേദം എന്ന് പറഞ്ഞിരിക്കുന്നത്. വേദിക്കുന്ന രൂപത്തിൽ, തന്റെ സ്വരൂപത്തെ വേദിച്ചറിയുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുന്നതിനെയാണ് വേദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലിരുന്നു കൊണ്ട് ഒരാള് ആദ്യം വേണ്ടത് എന്താണ്? ഉത്കടമായ ആഗ്രഹം. എനിക്ക് ഈ ജന്മം തന്നെ മുക്തി അടയണം. ഇനി ഒരു ജന്മം, ഇനി ഒരു ശരീരം എടുത്ത് വരാൻ എനിക്ക് വയ്യ.
എനിക്ക് വേണ്ട. ഈ ഡിറ്റർമിനേഷൻ, ഈ തീരുമാനത്തോടു കൂടിയാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഉത്തമോത്തമ അധികാരികൾക്കാണ് ഇത് വിളങ്ങാൻ പോണത്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് ഇരിക്കും, കുഴപ്പമില്ല. വരുന്ന ജന്മങ്ങളിലൊക്കെ വാമദേവർ കണ്ടില്ല, വാമദേവർക്ക് എന്താണ് സംഭവിച്ചത്? എല്ലാം ചെയ്തു, കേട്ടു, കാര്യങ്ങളും ഒക്കെ ഏറെക്കുറെ മനസ്സിലായി, പറയാനും ഒക്കെ അറിയാം, ഒക്കെ ഇരിക്കട്ടെ. പക്ഷേ തന്നെ ഉദാഹരിച്ചറിഞ്ഞില്ല. തന്നെ ഉദാഹരിച്ച് അറിയുന്നതിനെയാണ് ആ നിഷ്ഠയോടുകൂടി നിന്ന് അതിനെ അറിയുന്ന രൂപത്തിൽ ഇത് ആരാണോ ആക്കി തീർക്കുന്നത് അവർക്ക് ഇത് സാധിക്കും. അല്ലാത്തവരെല്ലാം ഇങ്ങനെ എത്രയോ പേരുണ്ട് അല്ലേ, എല്ലാം അറിയാം, പക്ഷെ അവർക്കൊന്നും ഈ പറയുന്ന വിദേഹമുക്തി ഉണ്ടാകുന്നില്ല. പിന്നെ അവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയാൻ കാരണം ഈ മനുഷ്യ ശരീരം തന്നെ അവർക്ക് കിട്ടും. പിന്നെ ആർജിച്ച ഈ അറിവ് അങ്ങനെ തന്നെ ഇരിക്കും, അതിനൊരു ചുതിയും ഉണ്ടാവില്ല. അത് ചിലപ്പോൾ ഗർഭത്തിൽ വെച്ച് തന്നെ ഈ പറയുന്ന ജ്ഞാനം ഉണ്ടായി വരുന്ന രൂപത്തിലും ആയി മാറും. ഇതൊക്കെയാണ് മഹത്തുക്കളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇത് ചെയ്യുന്നവർക്ക് ആർക്കും ഒരു നഷ്ടവുമില്ല. അവരെപ്പോഴും ധന്യന്മാരായിട്ട് തന്നെ അവർ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അനുനിമിഷം ധന്യോഗം എന്നൊക്കെ പറഞ്ഞ് മഹത്തുക്കൾ പാടിയ ചില പാട്ടുകളുണ്ട്. ധന്യനാണ് ഞാൻ. അപ്പോൾ എന്തിനാണ് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ല ഏട്ടാ കയ്യിൽ, ഇത് പൈസ എടുക്കാനില്ല, ഒരു വീഡിയോ വാങ്ങിച്ച് വലിക്കാനുള്ള കാര്യം കയ്യിലില്ല. പക്ഷെ ധന്യോഗം വ്രതകൃത്യോഗം എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കും. ഇതാണ് അവരുടെ സ്വഭാവം. ഇതാണ് 106-ാമത്തെ പദ്യം. പറയണം, ഘടമെന്ന ഉപാധി നീങ്ങിയാൽ ആ ഘടാകാശവും മഹാകാശവും കൂടെ ഐക്യപ്പെടുന്നത് പോലെ ഉടൻ എന്ന ഉപാധി നീങ്ങിയാൽ ഉത്തരം ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആത്മസാക്ഷാത്കാരം, ആത്മാവിൽ ഐക്യം ചെയ്യും, ജീവൻ ആത്മാവിൽ ഐക്യം ചെയ്യും. അപ്പൊ ഘടത്തിലിരുന്ന ആകാശത്തിന് വേണമെങ്കിൽ ജീവനായിട്ട് പറയാം, മഹാകാശത്തിന് ബ്രഹ്മമായിട്ട് പറഞ്ഞാൽ ആ ജീവബ്രഹ്മ ഐക്യം അവിടെ നടക്കുക. ഇതുപോലെ ഈ 3 ശരീരങ്ങളാണ്. ഈ 3 ശരീരങ്ങളും നീങ്ങിയ ഉടനെ ആ വിദേഹമുക്തി എന്നുള്ള ആ ഒരു സ്റ്റേജ് ഇതിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ധരിപ്പിക്കുകയാണ്. പറയുന്നു, അവരുടെ പടിതികളെ പറ്റി പറയുന്നു. ഈ വിദേഹമുക്തന്മാരുടെ പടിതികളെ പറയുകയാണ്. അടിമുടി നടുവുമിന്റി അകംപുറം ഇരണ്ടുമിന്റി പടിതികൾ വിദേഹമുക്തി പദമടൈന്തിരുപ്പാരെങ്കിലും. അടിമുടി നടുവുമിന്റി, ആദ്യ അന്തമദ്യമില്ലാതെ, അകംപുറം ഇന്റി, ഉള്ളും പുറവുമില്ലാതെ, നിന്റെ പടിതികൾ ഇരുന്നതുപോലെ വിളങ്ങുന്ന വിദേഹമുക്തി പദം അടൈന്ത് വിദേഹ കൈവല്യമായ പദത്തെ അടഞ്ഞ് എന്നും ഇരുപ്പാർ, സദാ അപ്രകാരം ഇരിക്കും. ജ്ഞാനിയുടെ ശരീരത്യാഗത്തിൽ കാലദേശ ആസനാദി വിശേഷങ്ങളുടെ അപേക്ഷയില്ല. അവരെങ്ങനെ ദേഹത്യാഗം ചെയ്താലും ചെയ്യും, അതിന് നിയമമില്ല. ഇതും നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള ഒരു വലിയ സംശയത്തെയാണ് സ്വാമിയുടെ തീർത്തിരിക്കുന്നത്. കാരണം ജ്ഞാനിയുടെ ശരീരം ഇങ്ങനെ പത്മാസനത്തിൽ ഇരുന്ന് അങ്ങനെ പോകണമെന്ന് ആണ് വാസ്തവത്തിൽ. അതാണ് ജ്ഞാനി എന്ന് വിചാരിക്കുക. അങ്ങനെയല്ല പറയുന്നു. ജ്ഞാനിയുടെ ശരീരത്യാഗത്തിൽ കാലദേശ ആസനാദി വിശേഷങ്ങളുടെ അപേക്ഷയില്ല. അവർ പ്രത്യേക ആസനത്തിൽ അങ്ങനെയൊന്നുമുള്ള അപേക്ഷയില്ല. അവരെങ്ങനെ ദേഹം വെടിഞ്ഞാലും ചെയ്താലും ചെയ്യും, അതിന് നിയമമില്ല. ഉപാസകന്മാർക്ക് ദേശകാലാദികളുടെ അപേക്ഷയുണ്ട്. ജ്ഞാനമടൈந்த പൊഴുതിൽ ഇവനൽ നൽവീടുറ്റോൻ മനമിറന്തോൻ ഹീനமான அகம்பாவம் பிராந்தி என்றோ விடர்வந்த அந்த பந்தமான வீடாவது மடமை அந்தகாரம் கெடலென்றோ, மடமை அந்தகாரம் கெடலென்றோ. മാനമികുന്ന ഇവനെ മനിതർ പൂജ ചെയ്യ വേണ്ടും. മനിതർ പൂജ ചെയ്യ വേണ്ടും. ഇവരെ പൂജിക്കണോ, മനുഷ്യർ ഇവരെ പൂജിക്കണോ? കാരണം അവരെ പൂജിക്കുന്നതോടുകൂടി നമ്മുടെ ഭാവന എന്താണ്? ഏത് കാലത്തായാലും ഈ രൂപത്തിൽ വരാതെ ഈ ജനനമരണ സംസാര ദുഃഖത്തിൽ നിന്ന് ഒരു അറുതിയും ഒരാൾക്കും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ കണ്ണിന് കണ്ടാൽ അവരെ പൂജിച്ചോളണം.
അങ്ങനെ പൂജിച്ചൊക്കെ വരുന്നവർക്കാണ് ഇപ്പോൾ വാസ്തവത്തിൽ മനുഷ്യജന്മം പോലും തുടർന്ന് നിൽക്കുന്നത്. അല്ലാത്തവർക്ക് മനുഷ്യജന്മം തുടരില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിൽ പൂർവ്വജന്മങ്ങളിൽ അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളാണ് ഈ രൂപത്തിലൊക്കെ നമ്മളെ മാറ്റിയിരിക്കുന്നത്. ഉടനെയൊന്നും ആർക്കും ഇത് പ്രവേശനമില്ല. അതില്ലേ, മനുഷ്യരിൽ തന്നെ മൃഗതുല്യന്മാരായിട്ട് കോടാനുകോടി ആളുകൾ ജീവിക്കുകയാണ്. മൃഗതുല്യൻ്റെ വേറെ ഒന്നുമല്ല, ഇതിനെയെല്ലാം ആക്ഷേപിച്ച് ഇതിലൊന്നും കഥയില്ലെന്ന് പറഞ്ഞ് ഇതൊക്കെ ഇതിന് പറഞ്ഞ് അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞു പോകുന്നവരുണ്ട് ഇല്ലേ, നമ്മളുടെ തന്നെ ഇല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേര് ഭേദിച്ച് ഇതിൽ നിൽക്കുന്നുവെന്ന് പറയുകയാണെങ്കിൽ അവർ എത്രയോ ജന്മങ്ങൾ ചെയ്ത സുഹൃതം, അവർ സുഹൃതാത്മാക്കളാണെന്ന് തെളിയും. ഈ വിദേഹമുക്തി അടയുന്നതിലേക്കാണ് ഈ ജീവൻ പ്രയത്നിക്കുന്നത്. എല്ലാ ജീവന്മാരും പ്രയത്നിക്കുകയാണ്. സുഖമായിരിക്കണം, ശാശ്വത സുഖത്തെയാണ് ആനന്ദം എന്ന് പറഞ്ഞു. ഈ ആനന്ദം, ഈ അമൃതത്വത്തിൽ വരണം, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം അനവരതം ചെയ്ത് ജീവന്മാർ ഇതിലിരിക്കുന്നു. പക്ഷെ അവരവർക്ക് അറിയാവുന്ന വിധത്തിൽ എല്ലാവരും ഈ പറയുന്ന അമൃതപ്രാപ്തിക്ക് ശ്രമിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അവർ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ അറിവ് വെച്ചുകൊണ്ട് പറ്റില്ല, വേദം പറഞ്ഞ രൂപത്തിൽ പോയാലേ കാര്യം സാധിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മഹത്തുക്കൾ നമ്മളെ ഗൈഡ് ചെയ്തിരിക്കും. ഇനി അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് പോകുന്നവർക്ക് അവർക്ക് ആയാസേന സാധിക്കാൻ പറ്റുമെന്ന് പൂർവ്വ ആചാര്യന്മാർ തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും, മനസ്സിലാക്കുക. ഇങ്ങനെ പറഞ്ഞ് 107-ാമത്തെ പദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ 107, 108 പദ്യം വരെ ഉള്ളു. ഇതാണ് 1-ാമത്തെ പടൽ. ഇതാണ് കൈവല്യത്തിൻ്റെ തത്വവിളക്ക പടലം എന്ന് പറഞ്ഞ 1-ാമത്തെ പടൽ. 108 പദ്യം കൊണ്ടാണ് ഇത് പൂർണ്ണമാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ 107-ാമത്തെ പദ്യം ചൊല്ലുകയാണ്. അതിനു മുമ്പേ മറ്റത് മനസ്സിലായല്ലോ അല്ലേ? കാരണം ഈ കടമന് ഉപാധി പോനാൽ അത് പറഞ്ഞ ആ ജീവബ്രഹ്മങ്ങളുടെ ഐക്യത്തെ പറഞ്ഞിരിക്കുന്ന വിധമാണ്. അതുപോലെ ഈ ഉടലെന്ന ഉപാധി പോനാൽ എന്ന് പറഞ്ഞ അർത്ഥം ഇത് അടിച്ചു പൊട്ടിച്ച് കളയാൻ നോക്കില്ല. ഈ നേത് ചെയ്ത് ഇതിൻ്റെ അവധിയിൽ അങ്ങനെ നിന്നാൽ അവർ പറയുന്നു ആ ക്ഷണത്തിൽ ജീവൻമുക്തനാണ്. ആ ക്ഷണത്തിൽ, അതാണ് നിർവികൽപ്പ സമാധി. നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ ആ ജീവൻ മുക്തന്റെ സ്വഭാവത്തിൽ കുറച്ചു നേരം നിൽക്കുന്നതിനെയാണ്. കുറച്ചു നേരം അങ്ങനെ നിൽക്കും, മനസ്സറ്റ് അദ്വൈതമായ ഒരു നിലയാണ് ഈ പറഞ്ഞ ഈ നിർവികൽപ്പ സമാധി. അങ്ങനെ നിന്ന് അതിൽ നിന്ന് ഉണർന്ന് അതിൽ നിന്ന് ഉദ്ധിതനാവുന്നല്ലോ. ആ സമാധിയിൽ നിന്ന് ഉദ്ധിതനായി വെളിയിൽ വന്നാലും ആ അതിന്റെ പ്രതിജ്ഞ ജ്ഞാനം ഇയാൾക്ക് ഈ സ്ഥൂലത്തിലും അതുപോലെ നിൽക്കാനുള്ള ഒരു സ്വഭാവത്തെ ഏർപ്പെടുത്തും. പിന്നെ ഈ ലോകവസ്തുക്കളൊന്നും അദ്ദേഹത്തെ സ്വാധീനിക്കില്ല. ലോകവസ്തുക്കൾക്ക് അദ്ദേഹത്തെ അനക്കാൻ പറ്റില്ല. അനക്കം മനസ്സുകൊണ്ട് വരുന്നതിനാണ് അനക്കം എന്ന് പറയുന്നത്. അറിവായിട്ട് അങ്ങനെ നിൽക്കും, അറിവായിട്ട് മാത്രം നിൽക്കും. മനസ്സിനെ പ്രവേശിപ്പിക്കാതെ അറിവായി നിൽക്കുന്നതിനെയാണ് നമ്മൾ ശീലിക്കുന്ന അഭ്യാസം. കേവലം അറിവായിട്ട് എത്ര സമയം നിൽക്കാൻ പറ്റും എന്ന് ഓരോരുത്തരും നോക്കണം. പക്ഷെ വെറുതെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഉറക്കത്തിൽ കേവലം അറിവായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അത് നമുക്ക് ബോധ്യപ്പെടുത്തില്ല. കാരണം അവിടെ മനസ്സ് ലയിച്ചു പോകുന്ന രൂപത്തിൽ അവിടെ കേവല അറിവായിട്ട് നിൽക്കാൻ പറ്റുന്നുള്ള ഒന്ന് വേണം പറയാൻ. പക്ഷെ അത് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. ഇവർ പറയുന്നു ഈ പറയുന്ന ബോധപൂർവമായിട്ട് ഈ മനസ്സറ്റ് നിൽക്കുന്ന ഒരു നില നമ്മൾ ശീലിക്കാന്ന് പറഞ്ഞാൽ അത് ശീലം കൊണ്ട് വരുന്നതല്ല, വിവേകം കൊണ്ട് വരുന്നതാണ്. വിവേകത്തോടു കൂടി അങ്ങനെ ഉണർന്നങ്ങനെ നിന്ന് ആ അറിവായിട്ട് നിന്ന് എത്ര സമയം നിൽക്കുമോ അത് തന്നെയാണ് നിഷ്ഠ. ആ നിഷ്ഠയുടെ ഫലം ഈ നിർവികൽപ്പ സമാധിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഉത്തരം ജീവൻ മുക്തനെന്ന് പറഞ്ഞത്. ഉത്തരത്തിന്റെ ക്ഷണത്തിൽ ജീവൻ മുക്തനാണ്, അതിന് സമയമെടുക്കില്ല. കടവന് ഉപാധി പോനാൽ ഗഗനം ഒൻറാനാർ പോലെ ഉടലനും ഉപാധി പോനാൽ ഉത്തരം ജീവൻ മുക്തൻ.